ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്. ചിക്കൻ റോസ്റ്റ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അധികം എണ്ണയൊന്നും ഒഴിക്കാതെ, നമ്മൾ ഫ്രൈ ഒന്നും ചെയ്ത് ചിക്കൻ എടുക്കാതെ എങ്ങനെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, നല്ല കിണ്ണം കാച്ചി ചിക്കൻ റോസ്റ്റാണ്. ഇതൊന്ന് നിങ്ങൾ കണ്ടു നോക്ക്. ഇതേമാതിരി നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ഞാനിപ്പം ചിക്കൻ റോസ്റ്റ്. ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന പ്രത്യേക തരത്തിലുള്ളൊരു രീതിയിലാണ്. അതിൻ്റെ പൊടിക്കൈകളും എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നല്ല രുചികരമായ ഒരു ചിക്കൻ റോസ്റ്റാണ്. ചപ്പാത്തിക്കും റൈസിനും എന്തിൻ്റെ കൂടെ നമുക്ക് ഈ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉണ്ടാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 കിലോ 386 ഗ്രാം ചിക്കനാണ്. 400 അടുപ്പിച്ചുണ്ട്. ഇവിടുത്തെ ചിക്കൻ്റെ വിലയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. 2.87 പെർ kg, 2 പൗണ്ട് 87 പെൻസാണ്. 290 രൂപ ഇന്ത്യൻ മണി 1 കിലോ ചിക്കൻ്റെ വിലയാണ്. എന്നാൽ ഈ ചിക്കനെ എല്ലാം ഇനി ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കണം. അത് ആ കൂണിലിരിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഫസ്റ്റിലെ പാൻ അടപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് സവാള എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 6 മീഡിയം സൈസ് സവാളയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. റോസ്റ്റ് ആയിട്ട് ഇച്ചിരി സവാള നമ്മൾ കൂടുതലായിട്ട് എടുക്കണം. നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ പകുതി എടുത്ത് നമ്മൾ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. വറുത്ത് കോരി മാറ്റുക. ഇതിനെല്ലാം ഒന്ന് ശകലം ഉപ്പൂടെ ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ട് വറുത്ത് പോരാം. അതിനുശേഷം ബാക്കിയിരിക്കുന്ന സവാളയുടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഈ എണ്ണയിലൊക്കെ തന്നെ സവാള ഇട്ട് കൊടുക്കാം. വറുത്തിരിക്കുന്നത് ഞാൻ പറയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അതവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കിയുള്ള സവാള നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയെല്ലാം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഉപ്പ് പാകത്തിനിട്ടു. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് ഗരം മസാല ഒരു 1 ടീസ്പൂണിന് അടുപ്പിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഈ മസാലയെല്ലാം. ഉള്ളിയെല്ലാം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാണ്. ഞാൻ ഒരു 2.5 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഒരു 2.5 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനിയെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മസാലകൾ ചേർക്കാം. ഇനി എരിവുള്ള മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂണിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ശകലം ചിക്കൻ മസാലയുടെ ചേർക്കുന്നുണ്ട് 1 ടേബിൾ സ്പൂണോളം. എല്ലാം മസാലയെല്ലാം ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഒരു 3 തക്കാളി അരിഞ്ഞതും 1 പിടി മല്ലിച്ചപ്പൂട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു കുറുകിയ പരുവത്തിലാക്കിയെടുക്കാം. ഈ പാൻ അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേനെല്ലാം ഒന്ന് മൂത്ത് വന്ന് മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ആ ചിക്കനെല്ലാം പറക്കി ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അന്നേരം ഓരോന്നായിട്ട് നമുക്ക് ചിക്കനെല്ലാം പറക്കിയിട്ട് കൊടുക്കാം. ചിക്കൻ വേകാൻ വേണ്ടി നമ്മൾ ഫുൾ അടച്ച് വെക്കുന്നില്ല. ഇച്ചിരി ഒന്ന് തുറന്ന് വെച്ചേക്കുക. വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടിയാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കുക. 1 ടീസ്പൂൺ ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ ചിക്കൻ റോസ്റ്റിനെ നല്ല രുചികരമാക്കി മാറ്റുന്നത്. അതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്തതാണ്. അപ്പോഴത്തേന് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. എപ്പോഴും സവാള വഴട്ടുന്നതിലാണ് ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത്. വറുത്തോട് നമ്മൾ ചേർക്കുമ്പോഴത്തേനും നല്ല അപാര രുചിയായിരിക്കും. നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ആ രുചി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും സ്റ്റേ സേഫ്. ബൈ.